എവിടെ പോയാലും ഇത് പറയണം. ദൈവം തലവര തിരുത്തും, ദൈവം അനുഗ്രഹിക്കും, ദൈവം ഏറ്റെടുക്കും, ദൈവം സഹായിക്കും, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് നമ്മളിത് ആഗ്രഹിക്കുമ്പോൾ വിശ്വസിക്കണം, കർത്താവ് ഏത് പ്രതീക്ഷയേറ്റ സാഹചര്യത്തിൽ ഇടപെടും. അതുകൊണ്ട് യെശയ്യാ 54 തിരിച്ചു വരാം. നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക. യെശയ്യാ 54:2. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിന്റെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നമ്മള് മനസ്സിൽ വെക്കുന്ന ഒരു ക്യാൻവാസിനകത്താണ് നമ്മുടെ ജീവിതം ദൈവം വരയ്ക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ മനസ്സിൽ വെക്കുന്ന ഒരു ക്യാൻവാസിനകത്താണ് നമ്മുടെ ജീവിതം ദൈവം വരയ്ക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടാൻ ബൈബിൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തിക്ക് പരിധി വെക്കരുത്. എന്നെ ദൈവത്തിന് ഇത്ര അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ ശക്തിക്ക് പരിധി വെക്കരുത്. എന്നെ ഇത്ര അനുഗ്രഹിക്കാൻ, അതായത് ഇത്ര ഇപ്പൊ ഇച്ചിരി പ്രശ്നമുണ്ട്, കുറച്ച് പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറി വലിയ തട്ടിമുട്ടും വലിയ പരിക്കില്ലാതെ, അങ്ങനെയല്ല. ദൈവത്തിന്റെ ശക്തിക്ക് പരിധി വെക്കാൻ പാടില്ല. കയറുകൾ നല്ലപോലെ അയച്ചു വിട്ടോണമെന്ന്. കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. എത്രയും നീട്ടി കയറിടാമോ അത്രയും നീട്ടി. നിന്റെ ഈ കയറിടുന്ന പറഞ്ഞാൽ എന്തിനാ കയറിടുന്നേ? തൂങ്ങാനുള്ള കയറാണ് ഇത്, അല്ലേ? പിന്നെ എന്തിനുള്ള കയറാ ഇത്? കൂടാരം. മനസ്സിലാവുന്നോ? ഈ ടെന്റ് കെട്ടുകയാണ്. നിന്റെ കൂടാരത്തിന്റെ എന്താ പറഞ്ഞ യെശയ്യാ 54:2, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. അപ്പൊ ഈ വലിയ കൂടാരം പണിയാൻ പോവാണ്. അപ്പൊ കൂടാരം വിസ്തൃതമാക്കുക, തിരശീലകൾ വിരിക്കുക. തിരശീല എന്ന് പറഞ്ഞാൽ ഈ തിരശീല, ഈ കൂടാരം അടിക്കാൻ ഉപയോഗിക്കുന്ന അതിന്റെ ആ ടെന്റിന് ഉപയോഗിക്കുന്ന ആ ഷീറ്റ്, ആ ശീല, അതാണ് ഈ തിരശീല. അപ്പോ ആ തിരശീലകൾ വിരിക്കുക. ഇനി കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. അടുത്ത വാക്യം, കുറ്റികൾ ഉറപ്പിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കയറ് അഴിച്ച് അങ്ങോട്ട് അയച്ചു വിട്ടോണം, പക്ഷെ എന്ത് ചെയ്യണം? കുറ്റി ഉറപ്പിച്ചോണം. എന്താണ് ഈ കുറ്റി? ഈ കയറ്, അതായത് വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദൈവത്തിലുള്ള ആശ്രയത്വത്തിന്റെയും കയറ് അയച്ച് മാക്സിമം അയച്ചു വിട്ടേക്കണം. പക്ഷെ കുറ്റി ഉറപ്പിച്ചോണം. എന്താ കുറ്റി? കുറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയം. ഞാൻ പറഞ്ഞില്ലേ, ആ മാൾട്ടയില് വേദനിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, അവൻ ഉറപ്പിച്ച കുറ്റി ഏതാ? എല്ലാ ദിവസവും ബൈബിള് വായിച്ചു, എന്നും കുർബാനയ്ക്ക് പോയി. കുറ്റി ഉറപ്പിച്ചിട്ടാണ് അവൻ കയറയച്ചു വിട്ടുകൊണ്ടിരുന്നത്. അടിസ്ഥാന ആത്മീയതയാണ് ഈ കുറ്റി. അടിസ്ഥാനാത്മീയത, അതിനകത്ത് ഉറച്ചു നിൽക്കണം. പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം, വചനവായനയിൽ ഉറച്ചു നിൽക്കണം, ജപമാലയിൽ മുടക്കം കൂടാതെ നിൽക്കണം, ആത്മീയ കാര്യങ്ങളിൽ കുമ്പസാരത്തിൽ ഉറച്ചു നിൽക്കണം, കുർബാനയിൽ ഉറച്ചു നിൽക്കണം. ഇതിനകത്ത് അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നിട്ട് എന്ത് ചെയ്യുക? ദൈവത്തിന്റെ ശക്തിക്ക് പരിധി വെക്കാതെ എല്ലാ വശത്തേക്കും